ചോദിക്കുന്നത്. ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്ന. റേ ഓപ്റ്റിക്സ് ഇപ്പൊ കഴിയാറായിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പോർഷൻ കൂടെ ഉള്ള മെറ്റീരിയൽ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെക്കൂ. മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ആരും കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, ഞാൻ നോട്ട് പറഞ്ഞുതരാം. മെറ്റീരിയൽ തരാത്തവർക്ക് ഞാൻ തരാം. ഇനി നമുക്ക് ലാസ്റ്റ് പോർഷൻ ആണ് ഇതിൽ എടുക്കാനുള്ളത്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി എടുക്കാനുള്ളത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് തൊട്ട് മുമ്പ് വരെയുള്ളത് പഠിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു. അത് ഓർമ്മയുണ്ടോ? പഠിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് തൊട്ട് മുമ്പുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? പ്രിസം നമ്മൾ പഠിച്ചു. പ്രിസത്തിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ n ഈക്വൽ ടു sin a plus d by 2 divided by sin a by 2. അതിൽ നമ്മൾ പ്രോബ്ലംസും കുറച്ച് ചെയ്തായിരുന്നു. a എന്ന് പറഞ്ഞാൽ എന്താ അതിൽ ആ ഇക്വേഷനിൽ? n is equal to sin a plus d by 2 divided by sin a by 2. a എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ഓഫ് ദ പ്രിസം. ആൻഡ് d എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം ഡീവിയേഷൻ ആണ് നമ്മൾ d എന്ന് കാണിക്കുക. ഇതിൽ നിന്ന് കുറെ ടൈപ്പ് പ്രോബ്ലംസ് വരും. ഇന്ന് ഞാൻ പ്രിസം എഴുതിക്കൊന്നും പറഞ്ഞായിരുന്നു. പ്രിസം എങ്ങനെയാ ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? പ്രിസത്തിന്റെ കൺസെപ്റ്റ് എന്താന്ന് മനസ്സിലായോ? മിനിമം ഡീവിയേഷൻ എപ്പോഴാണ് വരുന്നത് അതൊക്കെയെല്ലാം നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വേറെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫ്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അതൊക്കെ എല്ലാം നോക്കുക. അതെല്ലാം ഞാൻ പറഞ്ഞതായിരുന്നു. എഴുതിക്കും എന്ന് പറഞ്ഞതാ. ലാസ്റ്റ് എഴുതിക്കാം എന്തായാലും. ഇപ്പൊ ഞാൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തുടങ്ങാൻ പോണേണ് എന്തായാലും. ഓക്കെ, ഇതിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉണ്ട്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇനി സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യുക? അതായത് ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പ്, വെരി ഗുഡ്. ഓക്കെ, സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലെൻസ് മാത്രം യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നു. ഒരു കോൺവെക്സ് ലെൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു കോൺവെക്സ് ലെൻസ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ അടുത്തായിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വെച്ചു കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇതിൽ കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിട്ട് ഇറക്റ്റ് ആയിട്ട് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും. അതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെൻസ് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുക. പക്ഷെ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഡിഫറൻസ് പറഞ്ഞു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സിമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ലെൻസ് മാത്രം. മെയിൻ ആയിട്ട് പോയിന്റ്സ് എഴുതാനാണെങ്കിൽ ഫസ്റ്റ് തന്നെ എഴുതാം സിമ്പിൾ മൈക്രോസ്കോപ്പ് യൂസസ് എ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റിന്റെ, നമ്മളിപ്പോ ഇത് കണ്ട, ഇതാണ് ലെൻസ് എന്ന് വിചാരിക്കുക. ഈ കോൺവെക്സ് ലെൻസിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നു. അതായത് നിയർ പോയിന്റിലാണ് എന്ത് വെക്കുന്നത്? ഒബ്ജക്റ്റ് വെക്കുന്നത്. പക്ഷേ നിയർ പോയിന്റിൽ വെച്ച് കഴിയുമ്പോൾ ഈ ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തായിട്ട് കിട്ടും? അതായത് ഒബ്ജക്റ്റ് എവിടെയാണോ വെച്ചിരിക്കുന്നത് ആ സെയിം സൈഡിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. ഇറക്റ്റ് മീൻസ് എന്താ പറയാ? സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടും, മാഗ്നിഫൈഡ് ആയിട്ട്. അതായത് നമ്മൾ എവിടെയാണോ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ സെയിം സൈഡിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ ഇമേജ് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത്? സിമ്പിൾ മൈക്രോസ്കോപ്പ് ചെയ്യുന്നത്. ഇനി കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും മീൻ ചെയ്യുക? കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ 2 ലെൻസ് വരും. ഒബ്ജക്റ്റീവ് ലെൻസും വരും, ഒരു ഐ പീസ് ലെൻസും വരും. ഓക്കെ, അത് നമുക്ക് ഡെഫിനിഷൻ എഴുതിക്കോ. സിമ്പിൾ മൈക്രോസ്കോപ്പ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിഗർ വെച്ച് പറയാം. സിമ്പിൾ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. അതൊക്കെ ഒന്നും എഴുതണ്ടല്ലോ, അതൊക്കെ ഓക്കെ അല്ലേ? വേണമെങ്കിൽ എഴുതിക്കോ. സിമ്പിൾ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് that uses one convex lens to produce magnified image of the object which is
മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദ സ്മോൾ ഒബ്ജക്ട്, ചെറിയ ഒബ്ജക്റ്റ് ആയിരിക്കും. മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്ട് വിച്ച് ഇസ് പ്ലേസ്ഡ് നിയർ ദ ലെൻസ്, which is placed near the lens. അപ്പൊ ഡെഫിനിഷൻ പഠിച്ചാ എന്താ സിമ്പിൾ മൈക്രോ, എന്തായാലും ചോദിക്കും. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഈ ചാപ്റ്റർ വലിയ പ്രശ്നമല്ല, ഇപ്പൊ കാണുമ്പോൾ കുറച്ച് വലിയ ചാപ്റ്റർ ആയിട്ട് തോന്നും, പക്ഷെ ഇതിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുന്ന ഡെറിവേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയാൽ മതി, അത് ബോർഡ് എക്സാമിന് ചോദിക്കും ഏതൊക്കെയാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പറഞ്ഞു, സ്പെരിക്കൽ സർഫസ് പറഞ്ഞു, പിന്നെ പ്രിസം പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് തരാൻ പഠിച്ചതിനെ എഴുതി കാണിച്ചിട്ട് വേണം പോവാൻ പ്രിസം. പിന്നെ അതുപോലെ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒന്നെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്, ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ചോദിക്കുക. പക്ഷെ അത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവാം. അപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ആദ്യം തന്നെ എന്താണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്താ എഴുതി വെച്ചേക്കുന്നത്, സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്താണെന്ന് എഴുതി വെച്ചേക്കുന്നത്, a simple microscope is an optical instrument that uses one convex lens to produce magnified image of the object which is placed near the lens. Okay, ഇനി ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തന്നെ ആദ്യം സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിക്കുക. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഐഡിയ കിട്ടിയല്ല, ഇനി അത് വെച്ചിട്ട് ഒന്ന് ഫിഗർ വരക്കാൻ നോക്കിക്കുക. അപ്പൊ പ്രശ്നം ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ ഫിഗർ വരച്ച് പഠിച്ചിട്ടാണ് ചെയ്യുന്നെങ്കിൽ ബൈഹാർട്ട് ആയി പോകും, അപ്പൊ നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ നോക്കിക്കേ, എന്താ പറയാ, എത്ര ലെൻസ് വെച്ചിട്ടുണ്ട് നമ്മള്, ഒരു ലെൻസ്. അപ്പൊ എന്താ പറയാ, സിമ്പിൾ മൈക്രോസ്കോപ്പ് യൂസസ് എ കോൺവെക്സ് ലെൻസ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ടു പ്രൊഡ്യൂസ് മാഗ്നിഫൈഡ് ഇറക്റ്റ് ഇമേജ് ഓഫ് ദ ഒബ്ജക്ട് വിച്ച് ഈസ് പ്ലേസ്ഡ് നിയർ ദ ലെൻസ്. അപ്പൊ ലെൻസിന്റെ അടുത്താണ് എന്തിരിക്കുക, നമ്മുടെ ലെൻസിന്റെ അടുത്തായിട്ടാണ് എന്തിരിക്കുക, ഒബ്ജക്റ്റ് ഇരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് ഫോക്കസിലേക്ക് പോകുന്നു. ഇനി ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിലാണ് നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, ഇമേജ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇമേജ് ഇവിടെ ആയിട്ടായിരിക്കും കിട്ടുക. അങ്ങനെ ജസ്റ്റ് റഫ് ആയിട്ട് വരച്ച് കാണിച്ചാൽ മതി. ഓക്കെ, എന്താ പറഞ്ഞോ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ ഒബ്സർവർ. അപ്പൊ നോക്കിക്കേ, ഒരു കോൺവെക്സ് ലെൻസ്, ഒന്നുകൂടെ പറഞ്ഞിട്ട് വരക്കാം. നോക്ക്, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസ്, ഇപ്പൊ ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ്, എന്റെ കയ്യിൽ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ടെന്ന് വിചാരിക്കട്ടെ. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കേസാ പറയുന്നത്. ഒരു കോൺവെക്സ് ലെൻസ് എന്റെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിന്റെ തൊട്ടടുത്തായിട്ടാണ് എന്തിരിക്കുക, ഒബ്ജക്റ്റ് ഇരിക്കുക. ഒബ്ജക്റ്റ് ഒരു ചെറിയ ഒബ്ജക്റ്റ് ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഇരിക്കുന്നു. ഓക്കെ, ഒബ്സർവർ ചെയ്യുന്ന എന്താ, ഈ ഒബ്ജക്റ്റിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് ചെല്ലുന്നു. ആരുടെ കണ്ണിലേക്ക് ചെല്ലും, ഒബ്ജക്റ്റ്. ഇത് ലെൻസിന്റെ അടുത്തായിട്ട് എന്തുണ്ട്, ഒരു സ്മോൾ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് ആരുടെ കണ്ണിലേക്ക് എത്തും, ഇവിടെയാണ് നമ്മുടെ ഒബ്സർവർ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ആയിട്ടാണ് ഒബ്സർവർ നിന്ന് നോക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് ഒബ്സർവറുടെ കണ്ണിലേക്ക് എത്തുന്നു. ഒബ്സർവർ എവിടെയായിരിക്കും ഇമേജ് കാണുക, ഒബ്ജക്റ്റിന്റെ തൊട്ടടുത്തായിട്ട് ബാക്കിലായിട്ട് എന്ത് കാണും, അതായത് സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട്. അത് തെറ്റിപ്പോകരുത്, കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ പറയാം. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ എവിടെയാ ഇമേജ് ഫോം ചെയ്യുന്ന, സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, റേ നടുക്ക് പോയിട്ടെന്ന് വെച്ചാൽ ഇവിടെയാണ് ഒബ്സർവർ നിൽക്കുന്നത്. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് കാണാൻ പറ്റുന്ന ഒരു റേ ഓഫ് ലൈറ്റ് വരച്ച് കാണിക്കുക. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് ഉദ്ദേശിക്കുന്ന ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ ചെറിയ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ഫോക്കസിൽ കൂടെ പോകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് എന്താ പറയാ, ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുന്നു. അപ്പൊ ഒബ്സർവർക്ക് അവിടെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇതാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് വന്ന് ഒബ്സർവർക്ക് ഇവിടെ കിട്ടുന്നു. ആള് ഒബ്ജക്റ്റിനെ കാണുന്ന റേ ആണ് നമ്മൾ ഈ വരച്ച് കാണിച്ചേക്കുന്നത്. ഇമേജ് അപ്പൊ കാണുന്നത് എവിടെയാ, ഒബ്സർവർ നോക്കുന്നതാണ് ഈ വരച്ച് കാണിച്ചേക്കുന്നത്. മനസ്സിലായ, തൊട്ട് ബാക്കിലായിട്ടായിരിക്കും ഇമേജ് കിട്ടുക. ഇനി ഇപ്പൊ ഇവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. വിവേകെ സംസാരിക്കല്ലേ നീ. ഇവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഞാനൊരു ക്യാൻഡിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ഒബ്സർവർ നോക്കുന്നു. ഓക്കെ, ഈ റേ ഞാൻ വരച്ച് കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചേക്കുന്നതാ. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് ഇവിടെ ഇരുന്ന് താഴെ ഇരുന്ന ഒരു കൊച്ച് ഈ ക്യാൻഡിൽ നോക്കുവാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ലെൻസും വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കും സംഭവിക്കുക, ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് അല്ലേ കാണുള്ളൂ.
ഒബ്ജക്ട് നമ്മൾ എങ്ങനെയായിരിക്കും കാണുക? ഇവിടെ നിന്ന് ഈ ഒബ്ജക്റ്റിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് ഇയാളുടെ കണ്ണിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും എന്ത് കാണുക? ഒബ്ജക്റ്റ് കാണുക. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് റേ ഓഫ് ലൈറ്റ് വരുന്നു. പിന്നെ നമുക്ക് ഇമേജ് എവിടെ ഫോം ചെയ്യും? ഇതിന്റെ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്ട് നമുക്ക് എന്ത് കിട്ടും? ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. അതായത് എന്താണ് ഒബ്ജക്ട് ഇപ്പൊ ഇത്രയും ഉള്ളെങ്കിൽ ഒബ്ജക്ട് ഇതാണ് നമ്മുടെ ഒബ്ജക്ട് എങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, വേഗം ഇത് വരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ പറയാം. റിയൽ അല്ല, വെർച്വൽ ഇമേജ്. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഒബ്സർവറെ കാണിച്ചാൽ മതി. ഇനി നമ്മുടെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ശ്രദ്ധിച്ചേ. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാ വെച്ചിരിക്കുന്നത്? ഒബ്ജക്റ്റ് എവിടെയാ വെച്ചിരിക്കുന്ന പൊസിഷൻ? ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒബ്ജക്റ്റ്. ഓക്കെ, അതായത് ഫോക്കസിന്റെ ഈ സൈഡിലായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി എഴുതിക്കോ. സിമ്പിൾ മൈക്രോസ്കോപ്പ്. It works on the principle. Simple microscope. It works on the principle. Simple microscope. It works on the principle that a convex lens. It works on the principle that a convex lens can produce. A convex lens can produce. Convex lens can produce magnified virtual and erect image of an object. Magnified virtual and erect image of an object. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് മാഗ്നിഫിക്കേഷന്റെ ഫോർമുലയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ എന്താണോ നമ്മൾ പഠിച്ചത്? മാഗ്നിഫിക്കേഷൻ, വാട്ട് ഈസ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ എന്താ പഠിച്ചത്? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. അതാണ് കറക്റ്റ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്, HI/HO. അങ്ങനെ നമ്മൾ പഠിച്ചു മാഗ്നിഫിക്കേഷൻ. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് മാഗ്നിഫിക്കേഷന്റെ ഒരു ഫോർമുലയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായിരിക്കും ചോദിക്കുക. ഇതിന് ഡെറിവേഷൻ ആയിട്ടായിരിക്കും ചോദിക്കുക. ചിലപ്പോ സിമ്പിൾ മൈക്രോസ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം എഴുതണം. ഓക്കെ, എന്നിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ നോക്കാം. ഇനി ലെൻസസ് ഫോർമുല നമ്മൾ എന്താ പഠിച്ചത്? ലെൻസ് മേക്കേഴ്സ് അല്ല, ലെൻസ് ഫോർമുല നമ്മൾ എന്താ പഠിച്ചത്? 1/f is equal to 1/v minus 1/u. ഓക്കെ, ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഞാൻ v വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ എന്തായി? v/f equal to v/v minus v/u. ഓക്കെ, v/f equal to v/v എന്തായി? 1 മൈനസ് ഇനി v/u എന്ത് വരും? v/u എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിഫിക്കേഷൻ. v എന്ന് പറഞ്ഞാൽ എന്താ? v എന്താ? അഭിനവേ ഓർത്ത് പറഞ്ഞ v എന്താ? ഇമേജ് ഡിസ്റ്റൻസ്. u എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പൊ v/u എന്ന് പറഞ്ഞാൽ എന്തായി? മാഗ്നിഫിക്കേഷൻ ആയി. അപ്പൊ m ഈക്വൽ ടു 1 മൈനസ് v/f. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ v എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കും? ഓർമ്മയുണ്ടോ? സ്കൂളിൽ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞതല്ലേ? ജസ്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ പറ. v എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കും നമ്മള്? നിയറസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ഇതൊക്കെ 10th പഠിച്ച കാര്യമായിരുന്നു. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എത്ര സെന്റിമീറ്റർ? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര? 25 സെന്റിമീറ്റർ. അപ്പൊ ഈ v-നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? -d ആയിട്ട് എടുക്കാം. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? v is equal to 1 മൈനസ്, കാരണം നമ്മൾ നിയറിലായിട്ടാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഇമേജ് നമുക്ക് കിട്ടിയത് എവിടെയാ? ഇമേജ് എവിടെയാ ഫോം ചെയ്ത? സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പൊ v ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കൊടുക്കാം? v is equal to -d. So m equal to 1 minus d/f. That is m is equal to 1 plus d/f. ഇത്രയും എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ.
ഡി എന്താണെന്നൊക്കെ എഴുതി വെച്ചോട്ടാ. സെയിം സൈഡ് ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഡി എന്താന്നൊക്കെ എഴുതി വെച്ചോ. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ. ഡി ഈക്വൽ ടു 25 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് കിട്ടിയല്ല. ഇനി ഒബ്ജക്ട് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇക്വേഷൻ എന്താ അതുകൂടെ എഴുതി വെച്ചോ. ഇഫ് ദ ഒബ്ജക്ട് ഈസ് അറ്റ് ഇൻഫിനിറ്റി, ഓക്കെ ഒബ്ജക്ട് അല്ല സോറി ഫൈനൽ ഇമേജ്. ഇപ്പൊ സോറി ഫൈനൽ ഇമേജ് ഒബ്ജക്ട് നമുക്ക് ഇവിടെ കിട്ടി, ഒബ്ജക്ട് ഇവിടെ വെച്ചു, ഇമേജ് നമുക്ക് അടുത്തായിട്ട് തന്നെ കിട്ടിയത്. ഇനി ഇമേജ് വന്നിരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? ഇഫ് ദ ഫൈനൽ ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി എം ഈക്വൽ ടു എന്ത് വരും? ഡി ബൈ എഫ്. അതുകൂടെ എഴുതി വെച്ചോട്ടാ. ഇഫ് ദ ഫൈനൽ ഇമേജ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് തൊട്ടടുത്താണ്. ഇനി കുറച്ചുകൂടെ ദൂരമായിട്ട്, കുറച്ചുകൂടെ ദൂരമല്ല, ഐ മീൻ ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇമേജ് കിട്ടിയത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? മാഗ്നിഫൈങ് പവർ എം ഇസ് ഈക്വൽ ടു ഡി ബൈ എഫ്. അതും കൂടെ എഴുതി വെച്ചു. അത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ. ഓക്കെ, ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് ഇപ്പൊ ഇതിൽ നോക്കിയിട്ട് ഇപ്പൊ സിമ്പിൾ ലിമിറ്റേഷൻസ് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഡ്രോബാക്ക് ആയിട്ട് ഇതിന് ഉണ്ടാവുക, എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഇപ്പൊ അതിൽ നോക്കി കഴിയുമ്പോ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റി എന്താ? ഒരു ലെൻസ് ആണ് അത് യൂസ് ചെയ്യുക. അപ്പൊ ഒരു ലെൻസിൽ കൂടെ തന്നെ നോക്കി കഴിയുമ്പോഴത്തേക്കും ഐ സ്ട്രെയിൻ ഉണ്ടാവും. അതൊരു പോയിന്റ് ആയിട്ട് പറയാം. പിന്നെ ഇതിന് റെസൊല്യൂഷൻ, അപ്പൊ ഐ സ്ട്രെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് റെസൊല്യൂഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ മാഗ്നിഫൈങ് പവർ കുറവാണ്. മാഗ്നിഫൈങ് പവർ കുറവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ ബാക്ടീരിയാസിനെയൊക്കെ നമുക്ക് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് പറ്റത്തില്ല. ഇത് എന്തിനൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക? അങ്ങനെയാണെങ്കിൽ ജ്വല്ലറീസിലൊക്കെ യൂസ് ചെയ്യും. അതുപോലെ പിന്നെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി ഓക്കെ ജ്വല്ലറീസിൽ യൂസ് ചെയ്യും. പിന്നെ വാച്ച് മേക്കേഴ്സ് അവരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ, അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, കണക്ട് ചെയ്ത് ചിന്തിച്ചു നോക്കുക. വാച്ച് മേക്കേഴ്സ് അല്ലെങ്കിൽ ജ്വല്ലറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ മൈക്രോസ്കോപ്പ് കൊണ്ട് നമുക്ക് വല്ല ബാക്ടീരിയനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് അല്ലേ? അത്ര ആലോചിച്ചാൽ മതി. നമുക്ക് ആ ഒരു ലെൻസ് കൊണ്ട് എന്തായാലും, ലെൻസ് അല്ല, ആ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് എന്തായാലും നമുക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ ആ ബാക്ടീരിയയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ സെല്ല് ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത്ര ആലോചിക്കുക. ആദ്യം തന്നെ ഇപ്പൊ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയിരിക്കും ഇൻവെന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിന് ഡ്രോബാക്സ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ ആറ്റം മോഡൽ പഠിച്ചപ്പോ പറഞ്ഞില്ലേ, അത് തെറ്റാണെന്നല്ല പറയുന്നത്. ഫസ്റ്റ് ഇപ്പൊ ആറ്റം മോഡൽ പറഞ്ഞപ്പോ നമ്മൾ ജെ തോമസിന്റെ മോഡൽ പറഞ്ഞു, അത് കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷെ എന്താ, അതിന് കുറച്ച് ഡ്രോബാക്ക് ഉണ്ടായത് കൊണ്ട് അടുത്തതായി വന്നത് കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ചോദിക്കരുന്നല്ലേ. വന്നു, ആരോ വന്നു, റൂദർഫോർഡ് വന്നു. ഇനി ഞാൻ ചോദിച്ചു പോണം. റൂദർഫോർഡ് കഴിഞ്ഞിട്ട് പിന്നെ ബോർ വന്നു. അങ്ങനെ പിന്നെ ബോർ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ ബോറിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർ പറഞ്ഞ എല്ലാം കറക്റ്റ് ആയിരുന്ന? ബോറിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ? ബോറിന്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു? ഇതെന്താ മിസ്സേ ഈ ചാപ്റ്റർ പഠിപ്പിച്ചിട്ട് ആ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കണേന്ന്? അതെ, ഈ ചാപ്റ്റർ പഠിപ്പിക്കുക റേ ഓപ്റ്റിക്സിൽ തന്നെ നിന്നാ പോരെ, വെറുതെ എന്തിനാ ആറ്റത്തിലേക്ക് കയറുന്നേ? ഞാൻ പറഞ്ഞു തന്നായിരുന്നു സ്റ്റാർക്ക് എഫക്റ്റ്. അത്രക്കൊന്നും ചിന്തിച്ചു പോകണ്ട. സ്റ്റാർക്ക് എഫക്ട്, സീമാൻ എഫക്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഹൈഡ്രജനിൽ മാത്രമായിട്ട് നിന്നു. ഹൈഡ്രജനിൽ മാത്രമായിട്ട് ഒന്ന് വേറെ എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസ് അതൊന്നും പറയാൻ പറ്റിയില്ല.
അതുപോലെ തന്നെ സിമ്പിൾ മൈക്രോസ്കോപ്പിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അടുത്തത് ആര് വന്നത്? കോമ്പൗണ്ട് വന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലായല്ല? റെസൊല്യൂഷൻ പവർ കുറവായിരുന്നു, മാഗ്നിഫൈങ് പവർ കുറവായിരുന്നു, പിന്നെ ഒരു സിംഗിൾ ലെൻസ് മാത്രം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഐ സ്ട്രെയിൻ ഉണ്ടാവും. ഇപ്പൊ അതിൽ കൂടി മാത്രമല്ല നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങളായിട്ട് വരിക. അപ്പൊ ഇനി യൂസസ് എഴുതി വെച്ചോ. അപ്പൊ ചോദിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക. ഇപ്പൊ 3 മാർക്കിനായാലും എന്തായാലും ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. വാട്ട് ഇസ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് എഴുതണം. എന്താ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചു പോയിക്കോ. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? It is an optical instrument that uses one convex lens to produce erect and magnified image of the object which is placed near the lens. ലെൻസിന്റെ അടുത്തായിട്ട് നമ്മൾ വെക്കുന്നു. ഇനി യൂസസ് എന്തൊക്കെയായിരിക്കും പറയാ? അപ്പൊ യൂസസ് അല്ല, അതിനു മുമ്പ് നമ്മുടെ ഇക്വേഷൻ പറയാം. മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ മാഗ്നിഫൈങ് പവറിന്റെ ഇക്വേഷൻ എന്താ? m equal to 1 plus d by f. ഇനി if the image is at infinity ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? m equal to d by f. ഓക്കെ, ഇനി എഴുതിക്കോ, യൂസസ് എഴുതിക്കോ. യൂസസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ യൂസ്ഡ് ബൈ വാച്ച് മേക്കേഴ്സ്, used in laboratories, used by jewelry makers അല്ലെങ്കിൽ jewelers to examine jewelry. മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, m equal to 1 plus d by f. കഴിഞ്ഞ എഴുതി കഴിഞ്ഞ യൂസ്ഡ് ബൈ വാച്ച് മേക്കേഴ്സ്, ജ്വല്ലറി മേക്കേഴ്സ് ആൻഡ് യൂസ്ഡ് ഇൻ ലാബോറട്ടറീസ്. ഇനി അടുത്തത് ലിമിറ്റേഷൻസ് എഴുതിക്കോ. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്? ഓക്കെ, ലിമിറ്റേഷൻസ് എഴുതിക്കോ. ലോ മാഗ്നിഫൈങ് പവർ. ഇത് പഠിച്ചിട്ട് വേണോട്ടാ പോവാൻ, അതാ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ലോ മാഗ്നിഫൈങ് പവർ, ലോ മാഗ്നിഫൈങ് പവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? It cannot view tiny structures. It cannot view tiny structures like cell or bacteria. It cannot view tiny structures like cell or bacteria. അടുത്തത് ലിമിറ്റഡ് റെസൊല്യൂഷൻ. ലിമിറ്റഡ് ഇത് തന്നെ പറയാനായിട്ടുള്ളത്. ലിമിറ്റഡ് റെസൊല്യൂഷൻ മീൻസ്, റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലിമിറ്റഡ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റിസോൾവിംഗ് പവർ കുറവായിരിക്കും. റിസോൾവിംഗ് പവർ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുക അങ്ങനെയാണെങ്കിൽ? റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസൊല്യൂഷൻ പവർ എന്ന് പറഞ്ഞാൽ എന്താ? റെസൊല്യൂഷൻ പവർ കുറവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇപ്പൊ ഒരു ലെൻസിന് റെസൊല്യൂഷൻ പവർ കുറവാന്ന് പറയും. അപ്പൊ എന്താ മീൻ ചെയ്യുക? ഒരു മൈക്രോസ്കോപ്പിന് റെസൊല്യൂഷൻ പവർ കുറവാ. റെസൊല്യൂഷൻ പവർ കുറവാന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുക? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ വലിയ ഒബ്ജക്ട്സിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ലേ? പറ്റും. പിന്നെ എങ്ങനത്തെ ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്? ചെറിയ ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ എഴുതിക്കോ, the details of very small object cannot view clearly. The details of very small object cannot be distinguished clearly. പിന്നെ അടുത്ത പോയിന്റ് എന്താ? സിംഗിൾ ലെൻസ് മാത്രമായിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ നമ്മൾ പറഞ്ഞത്? ഐ സ്ട്രെയിൻ ഉണ്ടാവും. അപ്പൊ എഴുതിക്കോ, ഐ സ്ട്രെയിൻ. കണ്ടിന്യൂസ് വ്യൂയിങ് ത്രൂ a single lens cause eye strain. Continuous viewing through a single lens cause eye strain. ഇനി അപ്പോ ഈ പറയുന്ന ഈ മൈക്രോസ്കോപ്പ്, ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോ സയന്റിഫിക് റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഹൈലി പ്രിസൈസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുമോ? ഇല്ല. ഇപ്പൊ നമ്മൾ അതിന്റെ യൂസ് പറഞ്ഞത് ജസ്റ്റ് വാച്ച് മേക്കേഴ്സ് അല്ലെങ്കിൽ ജ്വല്ലറി മേക്കേഴ്സ്. പിന്നെ ലാബോറട്ടറിയിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്നാലും
ഈ സെല്ല് ബാക്ടീരിയ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്നും പറ്റത്തില്ല. അപ്പൊ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും റിസർച്ച് ചെയ്യാനായിട്ട് ഇത് പറ്റുമോ? ഇല്ല. റിസർച്ചിനൊന്നും എന്ത് പറ്റത്തില്ല, ഈ മൈക്രോസ്കോപ്പ് പറ്റത്തില്ല. കാരണം കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക്, ഹൈലി പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു മൈക്രോസ്കോപ്പ് നമുക്ക് പറ്റത്തില്ല. ഇപ്പൊ റിസർച്ച് ഫീൽഡിലേക്കൊന്നും നമുക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഐ സ്ട്രെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അടുത്ത മൈക്രോസ്കോപ്പ് വന്നത്. അപ്പൊ അടുത്ത മൈക്രോസ്കോപ്പിൽ നമുക്ക് ഇപ്പൊ പഠിച്ച ലിമിറ്റേഷൻസ് വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും, ആ ലിമിറ്റേഷൻസ് എന്തെങ്കിലുമൊക്കെ റെക്ടിഫൈ ചെയ്തിട്ടായിരിക്കും എന്ത് വന്നിട്ടുണ്ടാവുക, അടുത്ത മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അടുത്ത മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത എന്തായിരിക്കും? മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞൊരു ഡ്രോബാക്ക് എന്തായിരുന്നു? സിംഗിൾ ലെൻസ് ആയതുകൊണ്ടുള്ള പ്രശ്നം പറഞ്ഞ്. അപ്പൊ എന്തായിരിക്കും? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എത്ര ലെൻസ് ഉണ്ടാവും? 2 ലെൻസ് വരുന്നുണ്ടാവും. അപ്പൊ അടുത്തത് എഴുതിക്കോ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അല്ല, അതിനു മുമ്പേ ഇതൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് വായിച്ചേ, ഒന്ന് വേഗം വായിച്ചത് ക്ലിയർ ചെയ്ത് മാറ്റിയിട്ട് അടുത്തതിലേക്ക് കയറാം. വേഗം ഒന്ന് വായിക്കട്ടെ എഴുതിയത്. അതിഥിക്കും പ്രണവിനും കാർത്തികിനും ക്ലിയർ ആണോ? എന്തെങ്കിലും നോട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ, ആ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കണം കേട്ടോ. ബോർഡ് ക്ലിയർ അല്ലെങ്കിലും പറയണേ. കാർത്തികിന് ക്ലിയർ ആണോ ബോർഡ്? പ്രണവിന് ക്ലിയർ ആണോ? ഐ സ്ട്രെയിൻ ഉണ്ട്, പിന്നെ മാഗ്നിഫൈങ് പവർ കുറവാണ്. പിന്നെ റിസോൾവിങ് പവർ, ലോ റിസോൾവിങ് പവർ. ഔട്ട് ഓഫ് 70. അഭിനവാണ് കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. അഭിനവിന് മാർക്ക് എക്സ്പെക്ട് ചെയ്തു. അല്ല, എല്ലാവരും ഏകദേശം ഈക്വൽ ആ മാർക്കിൽ, എനിക്കൊന്നും പറയാനില്ല. ഈക്വൽ റേഞ്ച് ആണ്. കുറച്ച് പേര് 30-ൽ നിൽക്കുന്നു, 2 പേര് 40 റേഞ്ചിലേക്ക് എത്തി. അതന്നെ കാര്യം. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടാ. ഇത് ഭയങ്കര കുറവാ. നിങ്ങൾ പഠിക്കാനട്ടാ, പഠിക്കുന്നില്ല. പഠിച്ചാലല്ലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. 60 ഇവിടെ ഉണ്ടായിരുന്നട്ടോ. കുഴപ്പമില്ല. എന്നാ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇനിയും ടൈം ഉണ്ട്, പഠിക്കാൻ ഇനിയും ടൈം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെങ്കിലും തുടങ്ങണം. ഇന്നെങ്കിലും തുടങ്ങിയാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് A1 വാങ്ങിക്കാൻ പറ്റും. പക്ഷെ തുടങ്ങണം കറക്റ്റ്. ഞാൻ പറഞ്ഞതനുസരിച്ച് തുടങ്ങിയായിരുന്നു ആരെങ്കിലും? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറെ പറഞ്ഞ് ഉപദേശിച്ചതായിരുന്നു. പ്രിസം മാത്രം നോക്കി. അല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, പഠിച്ചു തുടങ്ങട്ടെ. ഇന്ന് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങണം. ഇന്ന് തന്നെ അല്ല, കഴിഞ്ഞ ക്ലാസ് തൊട്ട് പറഞ്ഞതായിരുന്നു. കഴിഞ്ഞ ക്ലാസ് പോയി, ഇനി ഇന്നോട്ട് പഠിച്ചു തുടങ്ങി. ബാക്കിന്ന് തുടങ്ങണമെങ്കിൽ ബാക്കിന്ന് തുടങ്ങാന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. ഇന്ന് എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇന്ന് എന്തായാലും റേ ഓപ്റ്റിക്സ് തീരും. നമുക്ക് റേ ഓപ്റ്റിക്സിന്ന് അങ്ങ് തുടങ്ങാം. ഓക്കെ, എല്ലാവരും തുടങ്ങണം. ഞാൻ പറയുന്ന പോലെ തുടങ്ങിയാൽ മതി. അപ്പൊ വേഗം ഒന്ന് സിമ്പിൾ മൈക്രോസ്കോപ്പ്. അപ്പൊ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇപ്പൊ ഇവിടെ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇനി കോമ്പൗണ്ടും പഠിച്ചു കഴിയും. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. വേഗം നോക്കിക്കോ. പ്രിസം ഓൾറെഡി പഠിച്ചതാണല്ലോ, പിന്നെ വേഗം നോക്ക്. അതിരുന്ന് നോക്കിക്കോ. അടുത്തത് നമുക്ക് നോക്കാം.
സിമ്പിൾ മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് പറയാൻ പോണേ. ഇത് വേഗം നോക്കിക്കഴിഞ്ഞാ ഓക്കെ ആയ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഓക്കെ, അടുത്തത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടായിരിക്കുക. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആയിരുന്നു ഇതിന് ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഇതില് മാഗ്നിഫൈങ് പവർ നമുക്ക് എന്താണ് കിട്ടിയത്, m=1 + d/f. അത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചോളണം കേട്ടോ. അടുത്തത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഓക്കെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ പറ്റി പറയാനാണെങ്കിൽ അപ്പൊ നമ്മൾ പറഞ്ഞു മറ്റേതിൽ ഉണ്ടായ ഒരു ഡ്രോബാക്ക് ആയിരുന്നു, അത് സിംഗിൾ കോൺവെക്സ് ലെൻസ് ആയിരുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും, ഇവിടെ 2 ലെൻസ് ഉണ്ടാവും. 2 ലെൻസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഒബ്ജക്റ്റീവ് ലെൻസും ആയിരിക്കും, ഒരെണ്ണം ഐ പീസ് ലെൻസും ആയിരിക്കും. ഓക്കെ, അപ്പോ എഴുതിക്കോ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വരക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇസ് an optical instrument compound microscope is an optical instrument that uses 2 or more convex lenses to produce 2 or more convex ലെൻസിന്റെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിക്കോ, ഏതൊക്കെ ലെൻസാ, ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐ പീസ് ലെൻസ്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞോട്ടെ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. കോമ്പൗണ്ട് 2 എണ്ണം ഉണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഒരു ഐ പീസ് ലെൻസും ഉണ്ട്. ടു പ്രൊഡ്യൂസ് highly magnified image of the object. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, എന്തൊക്കെയാ വരുന്നത് അതില്. 2 ലെൻസ് വെക്കുന്നുണ്ട്. 2 ലെൻസ് വെക്കുമ്പോ തന്നെ നമുക്ക് ആലോചിക്കാം, അപ്പൊ എത്ര ഇമേജ് അതിന് കിട്ടും. 2 ഇമേജ് ഉണ്ടാവത്തില്ലേ, 2 ലെൻസ് വെച്ച് കഴിയുമ്പോൾ 2 ഇമേജ് ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു ലെൻസ് കൺസിഡർ ചെയ്യണേണ്. ഈ ലെൻസ് എന്തായിരിക്കും, ഇത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒബ്ജക്റ്റീവ് ലെൻസ് ഫസ്റ്റ് വെക്കുന്ന ലെൻസ് എന്താ, ഒബ്ജക്റ്റീവ് ലെൻസ്. വരച്ചു കഴിഞ്ഞിട്ട് വരച്ചാൽ മതിയേ.
അത് ഏത് സ്കെയിൽ യൂസ് ചെയ്ത് വരക്കണോട്ടാ. നിക്ക് ഞാൻ പറയാം. പാരലലി അല്ല അത് വരേണ്ടത്, ഞാൻ വരക്കണതിന്റെ മിസ്റ്റേക്ക് ആണ്. എനിക്ക് വെയിറ്റ് ചെയ്യും. പാരലലി അല്ല, അത് ആക്ച്വലി പാരലൽ ആയിട്ട് പോകത്തില്ല, ഒരു പോയിന്റിൽ അത് കൂട്ടിമുട്ടും. മനസ്സിലായി? അതാണ് നമുക്ക് വരച്ച് കാണിക്കണ്ടേ. ഞാൻ വരക്കട്ടെ, വെയിറ്റ് ചെയ്യും. കൂട്ടിമുട്ടിക്കണത് കാണിക്കാൻ ബുദ്ധിമുട്ടാ, അതാ പറഞ്ഞത്. വെയിറ്റ്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു പോകുന്നത്. അതായത് എനിക്ക് ഇത്രയും വിശാലമായിട്ട് സ്ഥലം കിടക്കുന്നതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് വരക്കുന്നു. വെയിറ്റ്. യെസ്. ഇത്ര ഒന്ന് വരക്ക ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ ഇപ്പൊ എന്താ ചെയ്തേക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ട് വരക്കണം. മനസ്സിലായ? എന്താ ചെയ്തേക്കുന്നത്? 2 ലെൻസ് നമുക്കുണ്ട്. ഓക്കെ, ഏതൊക്കെയുള്ളത്? ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐ പീസ് ലെൻസും ഉണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളിപ്പോ വരച്ചേക്കുന്ന ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് ഈ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അടുത്തായിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്? ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിൽ നിന്ന് റേസ് ഓഫ് ലൈറ്റ് വരുന്നു, ഒരെണ്ണം ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടെ പാസ് ചെയ്തു പോകുന്നു, ഒരെണ്ണം ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. അത് രണ്ടും ഒരു പോയിന്റിൽ വന്ന് കൂട്ടിമുട്ടി, ഇന്റർസെക്ട് ചെയ്തു. ആ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഇമേജ് കിട്ടുന്നത്. ഓക്കെ, റിയൽ, മാഗ്നിഫൈഡ് ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള നമുക്ക് ഇമേജ് ഇവിടെ കിട്ടും. ഇനി അടുത്ത ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? അപ്പോ അടുത്ത ലെൻസ് യൂസ് ചെയ്യുന്നത് എന്തിനായിരിക്കും? അപ്പൊ കുറച്ചും കൂടെ മാഗ്നിഫൈഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ലെൻസ് യൂസ് ചെയ്യുക. അടുത്ത ലെൻസ് അതിന്റെ അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെക്കും. ഇത്രയും ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കി ഇത്രയും വരച്ചിട്ട് അടുത്തതിലേക്ക് പോകണം നല്ലത്. ഇത്രയും കറക്റ്റ് ആക്കി വരക്ക്. മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടില്ല എല്ലാരും? കൊണ്ടുവന്നിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. കൂട്ടിമുട്ടണതാണിത് പണി. നന്ദന, പാട്ട് പാടാൻ ഞാൻ അവസരം തരാട്ടാ. ആരടാ സംസാരിക്കണത്? ആ കറക്റ്റ് ആയിട്ട് ആ സ്കെയിൽ യൂസ് ചെയ്ത് വരക്കട്ടെ, എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് കഴിയുമ്പോഴേ ഞാൻ ഒരാളെ വരച്ചത് വിളിച്ചത് ചെയ്യിപ്പിക്കൂട്ടാ, അപ്പൊ കുഴപ്പമില്ല. വേഗം വരക്കണേ, വേഗം വരച്ചിട്ട് പറഞ്ഞുതരാം. വേഗം വരക്ക്. ഇപ്പൊ തന്നെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്.
വിവേക് വേഗം വരക്കട്ടാ, ചാപ്റ്റർ തീർക്കണം. വേഗം തീരും. ഇല്ല എല്ലാരും ഉണ്ട്. കഴിഞ്ഞ 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 കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയണേ, ശ്രദ്ധിക്കുക. അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്താ നമ്മൾ എഴുതി വെച്ച ഡെഫിനിഷൻ എന്തായിരുന്നു? രണ്ട് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എന്താ നമുക്ക് കിട്ടുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഐപീസ് ലെൻസും യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എങ്ങനെയാ? അപ്പൊ നോക്കാം, ഫസ്റ്റ് ഹൈലി മാഗ്നിഫൈഡും അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടി. അപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ വേണ്ടി എന്ത് ചെയ്തു? അടുത്തായിട്ട് വേറൊരു ലെൻസ് കൊണ്ടുവന്ന് വെച്ചു. ഫസ്റ്റ് വെച്ചേക്കുന്ന ഏതാ? ഫസ്റ്റ് വൺ ഏതാ വെച്ചേക്കുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അടുത്തായിട്ട് ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് ഇമേജ് ഇവിടെ കിട്ടി. ഇനി എന്താ ചെയ്ത? ഇതിനെ കുറച്ചും കൂടെ മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത്? ഇവിടെ കൊണ്ടുവന്ന് അടുത്ത ലെൻസ് പ്ലേസ് ചെയ്തു. അത് ഏത് ലെൻസാ? ഐപീസ് ലെൻസ് വെച്ച്. അപ്പൊ ഐപീസ് ലെൻസ് വെച്ച് കഴിഞ്ഞപ്പോ നമുക്ക് ഇമേജ് ഇവിടെ കിട്ടി. അതും എന്ത് ഇമേജ് ആ കിട്ടിയിരിക്കുന്നത്? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ പറയാം. മാഗ്നിഫിക്കേഷൻ പറയുമ്പോ എന്താ വരിക? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ height of the object. Magnification is height of the image by height of the object. Height ഏതാ നമുക്ക് കിട്ടിയിരിക്കുന്നത്? height of the image ഏതാ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇമേജ് ഏതാ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഫൈനൽ ഇമേജ് കിട്ടിയിരിക്കുന്നത് ഏതാ? ഇതല്ലേ ഫൈനൽ ഇമേജ്. ഫൈനൽ ഇമേജ് ഏതാ കിട്ടിയിരിക്കുന്നത്? I'(M') by height of the object ഏതാ? പ്രഭു നോക്കി പറഞ്ഞേ, height of the object ഏതാ? എഴുതല്ലേ, ടൈപ്പ് എഴുതല്ലേ. ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാം, പ്രിൻസിപ്പിളും വർക്കിംഗും കൂടെ പറഞ്ഞിട്ട് എഴുതാം. ഒബ്ജക്റ്റ് ഏതാ? ഒബ്ജക്റ്റ് ഏതാ? ഒബ്ജക്റ്റ് OB. ഇനി ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുക? I'(M') വെച്ച് ഡിവൈഡും മൾട്ടിപ്ലൈയും ചെയ്യുക. ഇത് ജസ്റ്റ് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മളൊരു ഒബ്ജക്റ്റ്, ജസ്റ്റ് സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് നമുക്കൊരു ഇമേജ് കിട്ടി. ഒബ്ജക്റ്റ് വെച്ചത് ഇവിടെയാണ്. ഫൈനൽ ഇമേജ് നമുക്ക് കിട്ടിയത് എവിടെയാ? ഇതാണ് ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത്. എന്താ? I'(M') ഇതാണ് നമ്മുടെ എന്ത്? ഫൈനൽ ഇമേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യുക? ഇതിനെ നമ്മൾ ത്രൂ ഔട്ട് I'(M') വെച്ചിട്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുക. I'(M') by I'(M'). ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും? എന്തായിരിക്കും കൊടുക്കാൻ പറ്റുക? മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഇൻറ്റു മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഐപീസ് ലെൻസ്. കിട്ടിയാ? ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എഴുതിയിട്ട് നമുക്ക് പറയാം. പ്രിൻസിപ്പിൾ ഒന്ന് എഴുതിക്കോ. പ്രിൻസിപ്പിൾ എഴുതിയിട്ട് സ്റ്റേറ്റ്മെന്റ് പറയാതെ നല്ലത്, ഇനി കൺഫ്യൂഷൻ ആവണ്ട. പ്രിൻസിപ്പിൾ എഴുതിക്കോ. It works on the principle. It works on the principle that objective lens. It works on the principle that objective lens forms a real inverted and magnified image which is further magnified by the eyepiece lens,
to form virtual enlarged and inverted image. ഓക്കെ, ഇനി ഇതെന്താ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്? ശ്രദ്ധിച്ചേ, മാഗ്നിഫിക്കേഷൻ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട്. ഇതെന്താ എഴുതിയേക്കുന്നത്? I', പറയും, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. പറയാം, I', M', എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഫൈനലി നമുക്ക് എന്ത് ഇമേജ് ആണോ കിട്ടിയത് അതാണ് എഴുതി വെച്ചേക്കുന്നത്. OB എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റിന് ത്രൂ ഔട്ട് ഞാൻ എന്ത് ചെയ്തു? I', M' വെച്ച് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്ത്. ഇനി ഇതിനെ തമ്മിൽ ഞാൻ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കാം. ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ I', M' ബൈ I', M' ഇൻറ്റു I', M' ബൈ OB. ഇനി ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. ഇതെന്തായി തന്നേക്കുന്നേ? വിവേക് ഒന്ന് ആലോചിച്ച് പറയാൻ പറ്റും. ഇതെന്താ തന്നേക്കുന്നത്? I', M' ബൈ I', M'. I', M', എന്ന് പറയുന്നത് എന്താ? ഏതാണ്? ഒബ്ജക്റ്റ് ആണോ ഇമേജ് ആണോ? ഇമേജ് ആണ്. ഓക്കെ, I', M' എന്ന് പറഞ്ഞാൽ എന്താ അത്? അതും ഇമേജ് ആണ്. ഓക്കെ, പക്ഷെ സെക്കൻഡ് ലെൻസിന്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ലെൻസിന്റെ കേസ് മാത്രം, ഈ ഫസ്റ്റ് ലെൻസ് നമുക്കില്ല. ഓക്കെ, സെക്കൻഡ് ലെൻസിന്റെ കേസ് മാത്രം നോക്കിക്കേ. സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്ട് ഏതാ? അഭിനവ് പറഞ്ഞ സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്ട് ഏതാ? I', M' ആണ് സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്ട്. മനസ്സിലായ? പ്രഭുവിന് മനസ്സിലായ? ഫസ്റ്റ് ലെൻസ് നോക്കണ്ട, സെക്കൻഡ് ലെൻസ് മാത്രം നോക്കിക്കേ. സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്ട് ഏതാ? ഇതാണ് സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്ട്. ഇമേജ് ഏതാ? ഇത്. അപ്പൊ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഓഫ് സെക്കൻഡ് ലെൻസ്. സെക്കൻഡ് ലെൻസ് എന്ന് പറയുന്ന ഐപീസ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ ആണ് എഴുതി വെച്ചേക്കുന്നത് അല്ലെ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഓഫ് സെക്കൻഡ് ലെൻസ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഓഫ് സെക്കൻഡ് ലെൻസ്. അപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത മാഗ്നിഫിക്കേഷൻ. അപ്പൊ ഇവിടെ എന്താ തന്നേക്കുന്നത്? മാഗ്നിഫിക്കേഷൻ ഓഫ് ഐപീസ് ലെൻസിന്റെ, നിങ്ങൾക്ക് ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് ബോർഡ് കാണുന്നുണ്ടോ കറക്റ്റ് ആയിട്ട്? ഓക്കെ, അപ്പൊ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താ? മാഗ്നിഫിക്കേഷൻ ഓഫ് ഐപീസ് ലെൻസ് ഇൻറ്റു, ഇനി ഇതെന്താ കൊടുത്തേക്കുന്നത്? ജിയ പറഞ്ഞേ, ഇതെന്തായി കൊടുത്തേക്കുന്നത്? I', M'. I', M' എന്ന് പറഞ്ഞാൽ എന്താ? I', M'. I', M' എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെപ്പ് ആയിട്ട് പറയും. I', M' എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് ദ ഫസ്റ്റ് ലെൻസ്, അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇമേജ് ആണ് ഈ കൊടുത്തേക്കുന്നത്. OB എന്ന് പറയുന്നത് എന്താ? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഒബ്ജക്റ്റ്. അപ്പൊ ഈ കൊടുത്തേക്കുന്നത് എന്താ? ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓഫ് ആരുടെയാ? ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പൊ നോക്കിക്കേ, MO. അപ്പൊ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നിഫൈങ് പവർ ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിഫൈങ് പവർ ഓഫ് ഐപീസ് ലെൻസ് ആൻഡ് മാഗ്നിഫൈങ് പവർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പൊ ടോട്ടൽ മാഗ്നിഫൈങ് പവർ M is equal to ME into MO. ഇതാണ് അവിടെ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എത്ര ലെൻസ് ഉണ്ട്? 2 ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ യൂസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസും ഐപീസ് ലെൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ അടുത്തായിട്ട് ഒബ്ജക്റ്റ് വെക്കുന്നു. നമുക്ക് എവിടെ ഇമേജ് കിട്ടുന്നു? ഇവിടെ ഇമേജ് കിട്ടുന്നു. ആ കിട്ടിയ ഇമേജ് എങ്ങനെയാ നമുക്ക് കിട്ടിയിരിക്കുന്നത്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ആണ്. പക്ഷെ പിന്നെ എന്തിനാ നമ്മൾ സെക്കൻഡ് ലെൻസ് കൊണ്ടാ വെച്ചത്? കുറച്ചുകൂടെ മാഗ്നിഫൈഡ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് ലെൻസിന്റെ പേരെന്താ? ഐപീസ് ലെൻസ് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി? വെർച്വൽ ഇൻവേർട്ടഡ് എൻലാർജ്ഡ് ആയിട്ടുള്ള നമുക്ക് എന്ത് കിട്ടി? ഇമേജ് കിട്ടി. അപ്പൊ 2 ലെൻസിനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? മാഗ്നിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ, അപ്പൊ നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഒരു ലിമിറ്റേഷൻ എന്തായിരുന്നു? അതൊന്നും ഉണ്ടോ? അതൊക്കെ മാഗ്നിഫിക്കേഷൻ പവർ കുറവായിരുന്നു. അപ്പൊ ഇവിടെ 2 ലെൻസ് യൂസ് ചെയ്തപ്പോ 2 പേരുടെ എന്ത് വന്നിട്ടുണ്ട്? മാഗ്നിഫിക്കേഷൻ പവർ വന്നിട്ടുണ്ട്. അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ പവർ അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നിഫൈങ് പവർ ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിഫൈങ് പവർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐപീസ് ലെൻസ്. ഓക്കെ, ഇത്ര എഴുത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. രണ്ടിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത്ര എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇനി കൊണ്ടുവന്ന്. ഇത് എഴുതി കഴിഞ്ഞിട്ട് ബോക്സ് ചെയ്തിട്ട് ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതണേ.
ഓക്കെ, എഴുതിയാ? ഇതാണ് ജസ്റ്റ് ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിനെ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇത്ര എഴുതിക്കോ, അത് എഴുതി ബോക്സ് ചെയ്തിട്ട് എഴുതിക്കോ. ടോട്ടൽ മാഗ്നിഫൈങ് പവർ അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ produced by compound microscope. It is the product of magnification of eyepiece lens and objective lens. It is the product of magnification of eyepiece lens and objective lens. ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ, ഇനി നമുക്ക് ആ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എന്താ കിട്ടിയ? എം ഈക്വൽ ടു എം ഇ ഇൻറ്റു എം ഒ. എം ഇ എന്താ? മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് ലെൻസ്. എം ഒ എന്താ? മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എമ്മിന്റെ ഇക്വേഷൻ കിട്ടും. കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. എം ഒ എന്ന് പറയുന്നത് എന്താ? മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പൊ ഒബ്ജക്റ്റീവ് ലെൻസ് മാത്രം ഒന്ന് കൺസിഡർ ചെയ്ത് ഇത്രയും പോർഷൻ ഇവിടെ ഇല്ല, ഈ ഒരു ലെൻസും ഇല്ല, അതുപോലെ തന്നെ ഈ ഇൻവേർട്ടഡ് ഇമേജും ഇല്ല. സാധാരണ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലെൻസ്, ലെൻസിൽ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് റേ വരുന്നു, ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. സെക്കൻഡ് റേ ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്നു. ഇവിടെ നമുക്കൊരു ഇമേജ് കിട്ടുന്നു, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നു. ഇങ്ങനെയുള്ള ഈ കേസിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ എങ്ങനെ പറയാം? ജനറൽ ആയിട്ട് സാധാരണ മാഗ്നിഫിക്കേഷൻ നമ്മൾ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുക? ഇത് ഒബ്ജക്റ്റ് ആണ്, ഇത് ഇമേജ് ആണ്. ഇവിടെ നമുക്ക് മാഗ്നിഫിക്കേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു height of the image by height of the object. അപ്പൊ എങ്ങനെ കിട്ടി? height of the image by height of the object. ഒരു നെഗറ്റീവും കൂടെ വരും. സാധാരണ രീതിയിൽ എഴുതും. ഞാൻ ഈ വി നോട്ട് എന്ന് കൊടുത്തേക്കുന്നത് എന്താ? ഒബ്ജക്റ്റീവ്, വി ഒ എന്ന് കാണിക്കാൻ വേണ്ടിയാ. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എം ഒ, മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഈക്വൽ ടു എന്തെന്ന് വരും? മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഈക്വൽ ടു മൈനസ് വി നോട്ട് ബൈ യു നോട്ട്. ഇതാണ് എന്ത്? ദിസ് ഇസ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ട? മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് ലെൻസ് കണ്ടുപിടിക്കുക. ഐ പീസ് ലെൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മിറർ ഫോർമുല യൂസ് ചെയ്യാം. മിറർ ഫോർമുല എന്താ വരിക? 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. ഇവിടത്തെ എഫ് എന്ന് പറയുന്നത് എന്താവും? നമ്മൾ ഇത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ കേസ് മാത്രമാണ് ഈ പറയുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസ് സൈഡിൽ എഴുതണേ, ഒബ്ജക്റ്റീവ് ലെൻസ്. ഇനി ഐ പീസ് ലെൻസിന്റെ കേസ് വരുമ്പോ എങ്ങനെ വരും? ഐ പീസ് ലെൻസിന്റെ കേസ് വരുമ്പോ ലെൻസ് ഫോർമുല യൂസ് ചെയ്യുക. 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. അപ്പൊ എഫ് എന്ന് പറയുന്നത് എന്താവും? എഫ് എന്താ? ഫോക്കൽ ലെങ്ത്. ആരുടെ ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ പറയുന്നത്? ഐ പീസ് ലെൻസ്. അപ്പൊ 1/fe ഈക്വൽ ടു 1/ve മൈനസ് 1/ue. നേരത്തെ ചെയ്തതുപോലെ തന്നെ ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? വി വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ. അപ്പൊ വി എന്ന് പറയുമ്പോൾ വിഇ വെച്ച് ത്രൂ ഔട്ട് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. വിഇ ബൈ എഫ് ഈക്വൽ ടു വിഇ ബൈ വിഇ മൈനസ് വിഇ ബൈ യുഇ. ഓക്കെ, അപ്പൊ എന്ത് വന്ന്? വിഇ ബൈ എഫ് ഈക്വൽ ടു 1 മൈനസ് ഇവിടെ എന്ത് വരും? വിഇ ബൈ യുഇ എന്ന് വരുമ്പോ എന്ത് വരും? എം ഇ. മാഗ്നിഫിക്കേഷൻ നമുക്ക് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് ലെൻസും വേണം, മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസും വേണം. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് ഇവിടെ എന്ത് വന്ന്? എം ഇ ഈക്വൽ ടു 1 മൈനസ് വിഇ ബൈ എഫ് ഇ. ഓക്കെ, വിഇയുടെ നേരത്തെ നമ്മൾ ചെയ്തില്ലേ? സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ചെയ്തില്ലേ? സെയിം സ്റ്റെപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടില്ല. എല്ലായിടത്തും എന്ത് വന്നു എന്നേ? ഇ കൊടുത്തു എന്നേ. ഇ മീൻസ് ഐ പീസ് ലെൻസ്. അത് കാണിക്കാൻ വേണ്ടി ഇ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വിഇക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ജിയെ പറഞ്ഞേ. നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് ചെയ്തപ്പോ വിയുടെ പ്ലേസിൽ എന്തായിട്ട് കൊടുത്തത്? വി ഈക്വൽ ടു ഡിസ്റ്റൻസ് ടു ദ ഇമേജ് നമ്മൾ എന്താ കൊടുത്തത്? മൈനസ് ഡി കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് ഡിഇ കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വന്ന്? എം ഇസ് ഈക്വൽ ടു 1 മൈനസ് ഡിഇ ബൈ എഫ് ഇ. ദാറ്റ് ഇസ് എം ഇ ഈക്വൽ ടു 1 പ്ലസ് ഡിഇ ബൈ എഫ് ഇ. ഡിഇ എന്താ പ്രണവേ? പ്രഭവിനെ ഉദ്ദേശിച്ചു, പക്ഷെ പ്രണവായിരുന്നു. കുഴപ്പമില്ല, ഞാൻ പറയട്ടെ. ഡിഇ എന്താ പ്രണവേ? ആരെങ്കിലും പറ. പ്രണവിന്റെ മൈക്കും വർക്ക് ചെയ്യില്ല. പ്രഭവ് പറയട്ടെ. ഡിഇ. അതിഥി കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട്?
ഓക്കെ ഓക്കെ പറഞ്ഞോ. DE എന്താ? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ്, നിനക്ക് അതല്ലേ പറഞ്ഞത്, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത്. ഇപ്പോഴല്ല, നേരത്തെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നില്ല സ്റ്റേറ്റ്മെന്റ്. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എത്രയാ സാൻസ്? സെന്റിമീറ്റർ എത്രയാ? 25 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ME ഈക്വൽ ടു 1 പ്ലസ് DE ബൈ FE. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയില്ലേ നന്ദന? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയില്ലേ? മാഗ്നിഫിക്കേഷൻ, ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് M is equal to, M യുടെ വാല്യൂ എന്താണ്? M യുടെ വാല്യൂ എന്താ? M യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് V0 U0 ഇൻറ്റു what is the value of ME? 1 plus DE by FE. ഓക്കെ, ഇതാണ് ഫൈനൽ ആയിട്ട് വേണ്ട ഇക്വേഷൻ. ഇത്രയും എഴുതിയാൽ മാത്രമേ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. വരക്കുക, മാഗ്നിഫിക്കേഷൻ രണ്ട്, നമുക്ക് എത്ര ആലോചിച്ചാൽ മതി. അതിന്റെ ലിമിറ്റ് അടുത്തത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത്രയും നോക്കുക, വേഗം എഴുതിക്കോ. ടെലസ്കോപ്പ് കൂടെ പറയാനുണ്ട് എന്തായാലും. അത് വലിയ കാര്യത്തിൽ പറയാനില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താനേ ഉള്ളൂ. ഓക്കെ, എഴുതിയില്ലേ? ഇനി ഇതിന്റെ യൂസ് എന്തൊക്കെയായിരിക്കും? അപ്പൊ നേരത്തെ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വന്ന ഡിമെറിറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെ ആയിരിക്കും ഇതിൽ എന്തായിട്ട് വരാ? മെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. മറ്റേതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? മറ്റേ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു? ഒരു ലെൻസ് ആണോ? ഓക്കെ, അതിവിടെ പറഞ്ഞു. രണ്ട് ലെൻസ് യൂസ് ചെയ്ത് അപ്പൊ ഐസ്ട്രെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് പിന്നെ എന്താ പറയാ? മറ്റേ അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? മാഗ്നിഫൈങ് പവർ. ഇത് ഹൈ മാഗ്നിഫൈങ് പവർ ആവും. അപ്പൊ അത് റെസൊല്യൂഷൻ കൂടും. റെസൊല്യൂഷൻ കൂടാന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യാ? അതായത് ടൈനി ആയിട്ടുള്ള ഒബ്ജക്ട്സ് മീൻസ് സെൽസ് ഓർ ബാക്ടീരിയാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. അത് പിന്നെ അടുത്തത് എന്ത് പറയാം? സെൽ സ്ട്രക്ചർ ഒക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം? മറ്റേത് നമ്മൾ വാച്ച് മേക്കേഴ്സും ജ്വല്ലേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ നമുക്ക് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം? ലാബിൽ യൂസ് ചെയ്യാൻ പറ്റും, സയന്റിഫിക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷനും യൂസസ് ആയിട്ട് വരിക. അപ്പൊ അത് എഴുതി വെച്ചോ. ഓക്കെ, അപ്പൊ യൂസസിൽ എഴുതിക്കോ. യൂസസ് യൂസ്ഡ് ഇൻ ബയോളജി ആൻഡ് മെഡിക്കൽ ലാബോറട്ടറീസ്. എന്തിനൊക്കെ വേണ്ടിയാ യൂസ് ചെയ്യുക അവിടെ? ഫോർ സ്റ്റഡിയിങ് സെൽസ്, മൈക്രോ ഓർഗാനിസം എക്സെട്ര. For studying the structure of cells, microorganisms, etc. ബാക്കിയുള്ള കാര്യങ്ങൾ നേരെ തിരിച്ച് നിങ്ങൾ എഴുതിയാൽ മതി. മാഗ്നിഫൈങ് പവർ കൂടുതലായിരിക്കും, റെസൊല്യൂഷൻ കൂടുതലായിരിക്കും, അതൊക്കെ എഴുതിയാൽ മതി. പിന്നെ ലിമിറ്റേഷൻ എന്തായിരിക്കും ഇതിന്? മറ്റേതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രോബാക്സ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇതിനും എന്തുണ്ടാവും? ഡ്രോബാക്സ് ഉണ്ടാവും. എന്തൊക്കെയാ പറഞ്ഞോ? ഡ്രോബാക്സ് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഇതിൽ രണ്ട് ഇമേജിനും ഒരു പ്രത്യേകത ഉണ്ട്. അതൊരെണ്ണം റിയൽ ആണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസ് എന്താ ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ പ്രത്യേകത എന്താ? ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നു. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? പ്രൈമറി ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്യുന്നു. അതാണ് കറക്റ്റ്. അവൻ പറഞ്ഞ കറക്റ്റാ ആൻസർ. അവൻ പറഞ്ഞത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇനി ഐപീസ് ലെൻസ് എന്താ ചെയ്യുന്നത്? ഐപീസ് ലെൻസ് ചെയ്യുന്ന പ്രത്യേകത എന്താ? ഐപീസ് ലെൻസിന്റെ യൂസ് എന്താ? മാഗ്നിഫൈ ചെയ്ത് ഇമേജിനെ കാണിക്കുക. അപ്പൊ ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് ലൈറ്റ് ഫോക്കസ് ചെയ്ത് നമുക്കൊരു പ്രൈമറി ഇമേജ് കിട്ടി. ഈ ഇമേജ് എങ്ങനെയാ നിൽക്കുന്നത്? ഇൻവേർട്ടഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ പക്ഷെ ഇൻവേർട്ടഡ് ആയിരുന്നോ? ഇറക്റ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഇമേജ് ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഈ കിട്ടിയ ഇമേജ് ഇൻവേർട്ടഡ് ആയിരുന്നു. ഇനി ഐപീസ് ലെൻസ് വെച്ച് ഫർദർ മാഗ്നിഫൈ ചെയ്ത് നമുക്ക് കിട്ടിയ ഇമേജും എന്താ? ഇൻവേർട്ടഡാ. അതൊരു ഡ്രോബാക്ക് അല്ലേ? അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കിട്ടുന്ന ഇമേജസ് എല്ലാം എങ്ങനത്തെയാ?
ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് ആണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എന്താ പറയാ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒബ്സർവ് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ എഴുതിക്കോ. ഞാൻ പോയിന്റ് ആയിട്ട് പറയണോ? നീഡ് പ്രോപ്പർ ലൈറ്റ്, പിന്നെ ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് എഴുതിയാൽ മതി. പ്രൊഡ്യൂസ് ഇൻവേർട്ടഡ് ഇമേജ്. നീഡ് പ്രോപ്പർ ലൈറ്റ്, നീഡ് പ്രോപ്പർ ലൈറ്റ്. അത് ഇതിനാന്ന് മനസ്സിലായില്ല? ഇനി അതുപോലെ തന്നെ അടുത്തത് പ്രൊഡ്യൂസ് ഇൻവേർട്ടഡ് ഇമേജ്. പ്രൊഡ്യൂസ് ഇൻവേർട്ടഡ് ഇമേജ്. വേഗം ഒന്ന് നോക്കിക്കേ, രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. വേഗം നോക്കണേ. ഇനി ആകെ നമുക്ക് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് മാത്രം എടുക്കാനുള്ളൂ. അതുകൂടെ കഴിഞ്ഞാ റിഫ്ലക്റ്റിംഗ് ഫിഗർ കൊടുത്ത് ജസ്റ്റ് വേണമെങ്കിൽ നോക്കിക്കോ. അത് ആ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയായിരിക്കുന്നതെന്ന്. റിഫ്ലക്റ്റിംഗ് അധികം ചോദിക്കാറില്ല, എന്നാലും നോക്കിപ്പോയേക്ക. റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് ഇടേണ്ടത് വേഗം നോക്കിക്കുക, അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ പറയുന്നത്. വേഗം ജസ്റ്റ് ഓടിച്ചു നോക്ക്. സിമ്പിൾ മൈക്രോസ്കോപ്പ്, അതായത് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ പവർ നമുക്ക് കിട്ടിയത് അറിയാം. M is equal to മാഗ്നിഫിക്കേഷൻ 1+D/F. അതെങ്ങനെയാ വന്നത് ആ സ്റ്റെപ്പാ ഞാൻ പറയുന്നത്. സ്റ്റെപ്പ് നോക്കുക, എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ലെൻസ് ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1/F = 1/V - 1/U. അത് നമ്മൾ ത്രൂ ഔട്ട് V വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാ കൊടുത്തത്? നിയർ ആയിട്ടാണ് വെച്ചത് ഒബ്ജക്റ്റിന്റെ, അതായത് ലെൻസിന്റെ അടുത്ത് തന്നെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചത് ഇമേജ് കിട്ടിയത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? V is equal to എന്തായിട്ട് കൊടുത്ത്? -D ആയിട്ട് കൊടുത്തു. ഇതൊക്കെ ഒന്ന് നോക്കിക്കുക. അത് കഴിഞ്ഞിട്ട് കോമ്പൗണ്ടും കൂടെ നോക്കാം. ഇതിന്റെ രണ്ടിന്റെയും കമ്പാരിസൺ നോക്കുക. ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിലാ വരുന്ന റിഫ്രാക്റ്റിംഗും റിഫ്ലക്റ്റിംഗും. ഞാൻ നോക്കണേ. ബൈനോക്കുലർ അതൊക്കെ ഉണ്ട്. അത് മറ്റേ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാനല്ലേ നോക്കണത്. ടെലസ്കോപ്പ് ഇതൊക്കെ ടെലസ്കോപ്പിന്റെ ഇതിലെ വരത്ത, അത് മറ്റേ ഇതെല്ലാം ആസ്ട്രോണമിക്കൽ ഇതില് വരും. കഴിഞ്ഞ അടുത്തത് ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ്. ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിൽ ഫസ്റ്റ് ആണ് എഴുതിക്കോ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. അത് ജസ്റ്റ് പറഞ്ഞു പോകാനേ ഉള്ളൂ, വലുതായിട്ടൊന്നും ഇല്ല, സിമ്പിൾ ആണ്. ജസ്റ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടും. അതൊക്കെ പറഞ്ഞല്ലേ. ആംഗുലർ മാഗ്നിഫിക്കേഷൻ പറഞ്ഞതാ. ഇതിൽ കണ്ടുപിടിക്കാനുണ്ടാവും ഒന്നും വേണ്ട. ഇതിൽ നമുക്ക് ജസ്റ്റ് മാഗ്നിഫിക്കേഷൻ മതി. പറഞ്ഞു പോയതുകൊണ്ട് പറഞ്ഞതായിരിക്കും. റിഫ്ലക്റ്റിംഗും ഉണ്ട്, അതുപോലെ തന്നെ റിഫ്രാക്റ്റിംഗും ഉണ്ട്. നമുക്ക് റിഫ്രാക്റ്റിംഗ് മാത്രം നോക്കിയാൽ മതി.
ഓക്കെ, ഇത് നിങ്ങൾക്ക് പറയാവുന്ന ടോപ്പിക് തന്നെ, നിങ്ങൾക്ക് മനസ്സിലാക്കി ജസ്റ്റ് പറയാവുന്ന ടോപ്പിക്. ആസ്ട്രോണമിക്കൽ എഴുതിക്കോ, ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതിൽ ഫസ്റ്റ് വൺ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് രണ്ടും ജസ്റ്റ് എഴുതി വെച്ചോ, റിഫ്രാക്ടിംഗ് ടെലസ്കോപ്പ് ആൻഡ് റിഫ്ലക്ടിംഗ് ടെലസ്കോപ്പ്. ഫസ്റ്റ് വൺ ഇസ് റിഫ്രാക്ടിംഗ് ടെലസ്കോപ്പ്. റിഫ്രാക്ടിംഗ് മതി, റിഫ്ലക്ടിംഗ് നമുക്ക് പഠിക്കാനില്ല, റിഫ്രാക്ടിംഗ് മാത്രം നോക്കുക. റിഫ്രാക്ടിംഗ് ടെലസ്കോപ്പ് പഠിക്കാനില്ല എന്നല്ല, അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്താണെന്ന്, എക്സാമിന് അങ്ങനെ വരാറില്ല. എന്തിനാണ് നമ്മൾ ടെലസ്കോപ്പ് യൂസ് ചെയ്യുക അത് തന്നെ പറഞ്ഞാൽ മതി. ടെലസ്കോപ്പ് എന്തിനാ യൂസ് ചെയ്യുക? ടെലസ്കോപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാ? ഓക്കെ, വേഗം പറഞ്ഞ വേഗം നിർത്താട്ടാ. അടുത്ത ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെച്ചിട്ട് ഞാൻ നിർത്തുള്ളൂ, അതാ ഞാൻ പറഞ്ഞത്. എന്തായാലും റിഫ്രാക്ടിംഗ് ടെലസ്കോപ്പ്. റിഫ്രാക്ടിംഗ് ടെലസ്കോപ്പ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുക? അതാ, എങ്ങനെ നോക്കാൻ പറഞ്ഞോ, കറക്റ്റാ പറയുന്നത്. അതായത് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയാ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ടെലസ്കോപ്പ് യൂസ് ചെയ്യുക. അപ്പൊ എഴുതിക്കോ, എ റിഫ്രാക്ടിംഗ് ടെലസ്കോപ്പ്. എ റിഫ്രാക്ടിംഗ് ടെലസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ്. എ റിഫ്രാക്ടിംഗ് ടെലസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ്. എ റിഫ്രാക്ടിംഗ് ടെലസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് that uses two convex lens. That uses two convex lenses. That uses two convex lenses. That uses two convex lenses to view distant objects. Distant objects എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ഏകദേശം ഉദ്ദേശിക്കുക? ഡിസ്റ്റന്റ് ഒബ്ജക്ട് മീൻസ് എന്തൊക്കെയായിരിക്കും വരാ? സ്റ്റാർസ് വരാം, പ്ലാനറ്റ്സ് വരാം. എഴുതിക്കോ, ടു വ്യൂ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ലൈക്ക് സ്റ്റാർസ്, പ്ലാനറ്റ്സ് എക്സെട്ര. ഓക്കെ, ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിച്ചില്ലേ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ വരുന്ന വ്യത്യാസം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ സെയിം കൺസെപ്റ്റ് തന്നെ, അതിന്റെ സെയിം രീതിയിൽ തന്നെ പറഞ്ഞു വരും. വ്യത്യാസം എന്താ വരാ? ഇതില് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു, അതാണ് പ്രത്യേകത എന്ന് പറയാം. മാഗ്നിഫിക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും എന്ത് തന്നെയാ വരിക? സെയിം തന്നെയാ വരിക. അപ്പൊ എഴുതിക്കോ, ഇറ്റ് വർക്ക് പ്രിൻസിപ്പിൾ എഴുതിക്കോ. ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ. It works on the principle. It works on the principle. The light from the distant object. Light from the distant object. Light from the distant object is refracted. Is refracted by objective lens. ഇവിടെയും എന്തൊക്കെയുണ്ട്? ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഐ പീസ് ലെൻസും ഉണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസ് to form real image. To form real image. Which is then magnified. To produce. Which is then magnified to produce virtual image. ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് വരച്ചാൽ മതി കേട്ടോ, അത് നല്ലത്. സ്കെയിൽ യൂസ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റിപ്പോ. ഓക്കെ, ഇവിടെ എന്താ പ്രത്യേകത? ഫസ്റ്റ് ലെൻസ് എന്താ? നമുക്ക് നേരത്തെ പറഞ്ഞ സെയിം പ്രോസസ് തന്നെ. ഫസ്റ്റ് ലെൻസ് എന്താ? ഒബ്ജക്റ്റീവ് ലെൻസ് വെക്കുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് ഇവിടുന്ന് റേസ് ഓഫ് ലൈറ്റ് വരുന്നത് എവിടെന്നാ വരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്നാ വരുന്നത്, അതായത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്നാ വരുന്നത്. നേരത്തെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കേസിൽ എങ്ങനെയായിരുന്നു?
ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്ന് റേ ഓഫ് ലൈറ്റ് വരുന്നു. ആ റേ ഓഫ് ലൈറ്റിനെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്നു. ഇനി ഈ ഇമേജിനെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലെൻസ് എന്ത് ചെയ്യാം, അടുത്ത ലെൻസ് എന്താ, ഐ പീസ് ലെൻസ് വെച്ച് കൊടുക്കുക. ഐ പീസ് ലെൻസ് വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെ, നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, സെയിം സാധനം തന്നെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്താ കേസ് വരുന്നത്, എന്താ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ, ആ ഇൻഫിനിറ്റിന്ന് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തോ എങ്ങനെ, ഏത്, ആ ഇതിന്റെ കേസല്ല, അല്ല അതിപ്പോ പ്രശ്നമില്ല. ഒബ്ജക്റ്റീവ് ഐ പീസ് ആയിട്ട് കാണിച്ചാൽ മതി, ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചാൽ മതി ഒബ്ജക്റ്റീവ് ആണോ ഐ പീസ് ആണോ, അത് കുഴപ്പമില്ല. അങ്ങനെ കാണിക്കണം. ഓക്കെ, ഇനി തെറ്റിക്കണില്ല, വേണേ വരച്ചോ, വലുതാക്കി വെച്ചോ, പ്രശ്നമില്ലല്ലോ. വരക്കുമ്പോ കുറച്ച് വലുതാക്കി വരക്കട്ടാ, ഞാൻ വരക്കണ പോലെ വരച്ചു വെക്കരുതേ. പറയുമ്പോ ഞാൻ പറഞ്ഞുതരാം, പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് വരച്ചു വരുമ്പോ ഇത് നന്ദനെ കൊണ്ട് വരപ്പിച്ചാൽ മതിയായിരുന്നു ഫസ്റ്റ് തന്നെ. ആരോടാ, എന്നോടാണ് ദേഷ്യം വരുന്നത്. പിന്നെ എത്ര വരച്ചാലും ശരിയാവൂല. ഒരു മിനിറ്റ് ഞാൻ വരക്കട്ടെ, എന്നിട്ട് വരച്ചാൽ മതി. ഞാൻ ഫുള്ള് വരക്കട്ടെ മര്യാദക്ക്. നന്നായി അവിടെ ഇരുന്നോ, പുതിയ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പറയണം. വേഗം വരച്ചേ. ആ കറക്റ്റാ. അതായത് ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ട് വരത്തില്ല, ഞാൻ സ്കെയിൽ യൂസ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ അതാ പ്രശ്നം. കറക്റ്റ് ആയിട്ട് വരച്ചാൽ മതി. അതായത് ബുക്കിൽ വരക്കണ പോലെയല്ല, ഇതിൽ വരക്കുമ്പോ പെട്ടെന്ന് ഇതാവും. ഓക്കെ, ശ്രദ്ധിക്ക്. അതായത് പറഞ്ഞോട്ടെ, റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിൽ നമ്മൾ 2 ലെൻസാണ് യൂസ് ചെയ്യുക. ഏതൊക്കെയാ യൂസ് ചെയ്യുക? ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, അതുപോലെ തന്നെ ഐ പീസ് ലെൻസും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വലുതാക്കി കൊടുത്താൽ മതി, കൺഫ്യൂഷൻ വരണ്ട, ടെക്സ്റ്റിലുള്ള പോലെ പറയാം. ഇത് ചെറുത് എന്താടാ,
ശ്രദ്ധിച്ചോ, നമുക്ക് പറയാതാ നല്ലത്. വാ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാനൊരു ആംഗിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാനൊരു ആംഗിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എഴുതിയായിരുന്നില്ലേ? എഴുതിയതല്ലേ സ്റ്റേറ്റ്മെന്റ്, ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ. ഓക്കെ, ഇനി പെട്ടെന്ന് പറഞ്ഞോട്ടെ. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ സെയിം കൺസെപ്റ്റ്. രണ്ട് ലെൻസ് വരുമ്പോ ടോട്ടൽ മാഗ്നിഫൈങ് പവർ എന്തായിരിക്കും വരാ? ഞാൻ പറഞ്ഞില്ലേ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനായിട്ട് വലിയ വ്യത്യാസം ഇല്ല. വരക്കുമ്പോ ഇപ്പൊ നിങ്ങൾ ഇത് വലുതോ അത് ചെറുതായിട്ട് കൊടുത്തോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് റേസ് വരുന്നത് എവിടെന്നാ? ഇൻഫിനിറ്റിയിൽ നിന്നാ വരുന്നത്. ഇത് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്ന റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്? എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ, മാഗ്നിഫിക്കേഷൻ പറയുമ്പോൾ എന്ത് തന്നെയായിരിക്കും? രണ്ട് ലെൻസ് വന്നിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ മാഗ്നിഫിക്കേഷൻ MO ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ടാവും, മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് ലെൻസും ഇവിടെയും വരും. സെയിം കൺസെപ്റ്റ് തന്നെ അവിടെയും വരുന്നത്. ഇനി ഞാൻ മാഗ്നിഫിക്കേഷൻ ഇങ്ങനെ കൊടുക്കാം, മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു ഇവിടത്തെ ആംഗിള് ബീറ്റ ബൈ ആൽഫ എന്ന് ഞാൻ കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം, ടാൻ ബീറ്റ ബൈ ടാൻ ആൽഫ. ടാൻ ബീറ്റ ബൈ ടാൻ ആൽഫ എടുത്തൊന്ന് സോൾവ് ചെയ്തേ. ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്താൽ മതി. ടാൻ ബീറ്റ ബൈ ടാൻ ആൽഫ എടുത്തൊന്ന് സോൾവ് ചെയ്തേ. എങ്ങനെ വരും? ഞാൻ സോൾവ് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി, പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. സോൾവ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് എന്ത് വരുമെന്ന ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. നേരത്തെ സെയിം സ്റ്റെപ്സ് ആ വരുന്നത്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിടും, അല്ലെങ്കിൽ വിടത്തില്ല. വേഗം. അതായത് വേഗം എഴുതിക്കോ, അടുത്ത ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയണോ? അതാ ഇതിപ്പോ എന്ത് വരും? OM ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ പീസ് ലെൻസിലേക്കുള്ളതും, അതുപോലെ ഇങ്ങോട്ടുള്ളതെന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റീവ് ലെൻസിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ FO ബൈ FE, അതായത് ഈ ഡിസ്റ്റൻസ് എന്താ വരിക? FO ബൈ FE വരും. പിന്നെ മറ്റേത് ഇത് ME കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ME ചെയ്യാനായിട്ട് നേരത്തെ ചെയ്ത പോലെ 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u UE. ഇനി VE വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. VE ബൈ FE ഈക്വൽ ടു VE ബൈ VE മൈനസ് VE ബൈ UE. VE ബൈ UE എന്ന് പറയുന്നത് എന്താ വരിക? VE ബൈ FE ഈക്വൽ ടു 1 മൈനസ് ME. ME ഈക്വൽ ടു 1 മൈനസ് VE ബൈ FE. ME ഈക്വൽ ടു വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് കൊടുക്കാം? നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. 1 മൈനസ് മൈനസ് DE ബൈ FE. അപ്പൊ ME ഈക്വൽ ടു 1 പ്ലസ് DE ബൈ FE. അപ്പൊ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ME ഈക്വൽ ടു MO ഇൻറ്റു ME. ഇവിടെ എന്ന് പറയുമ്പോൾ എന്ത് വരും? FO ബൈ FE ഇൻറ്റു 1 പ്ലസ് DE ബൈ FE. ഇത് കഴിഞ്ഞ അടുത്ത ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതി വെച്ചോ. ഞാൻ ഇൻട്രൊഡക്ഷനെ പറയാനുള്ളൂ. ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറയാനുള്ളൂ. ഓക്കെ, വേഗം എഴുതിക്കേണ്ട ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ കേട്ടിരുന്നാ മതി. ഇപ്പൊ പറഞ്ഞോന്നാ. ഇല്ല, ഞാൻ പറഞ്ഞു തീർത്തിട്ട് എന്തായാലും വിടുന്നുള്ളൂ.
ഒരു കുഞ്ഞു ടോപ്പിക് കൂടെ പറയാനുണ്ട്. പറയട്ടെ, ഇത് കഴിഞ്ഞ ഇത് എഴുതിക്കാനായിട്ട് പറയാൻ ബാക്കി. റിസോൾവിംഗ് പവർ അടുത്തത് കൊടുത്തോ. റിസോൾവിംഗ് പവർ. റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞത്, അതായത് റിസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? റിസോൾവിംഗ് പവർ എന്താ വരിക? ക്ലിയർ, റിസോൾവ് ചെയ്യാനുള്ള പവർ. അത് ഓക്കെ, സാറ അങ്ങനെ പറഞ്ഞു. റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? നേരത്തെ പറഞ്ഞില്ലേ, ചില ഒബ്ജക്റ്റിന് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറവായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. ഇപ്പൊ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനുള്ള പ്രത്യേകതയാണ് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് ഒബ്ജക്റ്റ് ഇപ്പൊ ക്ലോസ് ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ അത് എന്തായിരിക്കും? ഒരു ഒബ്ജക്റ്റ്, ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റ് ഓരോ ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ലിമിറ്റ് റെസൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയാം. ഒബ്ജക്റ്റിന് ആ ഒരു റെസൊല്യൂഷൻ ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ ദൂരെ നിന്ന് നോക്കുവാന്ന് ഞാൻ വിചാരിക്കുക. ഞാനിപ്പോ ദൂരെ നിന്ന് നോക്കുമ്പോ രണ്ട് ഒബ്ജക്റ്റ് ആണ് ദൂരെ ഉള്ളത്. ഓക്കെ, ഞാൻ നോക്കുമ്പോ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ എനിക്കത് ഒന്നായിട്ടാണ് കാണുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് ഈ ഒരു റിസോൾവിംഗ് പവർ ഉള്ളത് കൊണ്ട് അതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അതിപ്പോ എനിക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്കും രണ്ട് ചെറിയ ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ ദൂരെ രണ്ട് ഡോട്ട്സ് അടുത്തുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ആ ഒരു ബോർഡിൽ രണ്ട് ഡോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് അടുത്തടുത്തായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ഒറ്റ ഡോട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഞാനല്ല, ഇപ്പൊ നിങ്ങൾ നോക്കിയാലും എന്ത് തന്നെയായിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഈ ബോർഡിൽ ഇപ്പൊ രണ്ട് അടുത്തടുത്ത് ഡോട്ട്, ഇവിടെയും നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കുറച്ചുകൂടെ ദൂരെ നിന്നാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ഡോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അടുത്തടുത്ത് രണ്ട് ഡോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ദൂരെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്കത് എന്തായിട്ട് ഫീൽ ചെയ്യും? ഒറ്റയായിട്ട് നമുക്ക് തോന്നും, ഒരെണ്ണമായിട്ട് തോന്നും. പക്ഷെ അപ്പൊ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് നമ്മൾ വ്യൂ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ തോന്നും? ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർ നോക്കുവാന്ന് വിചാരിക്കാം. രണ്ടെണ്ണം എടുത്തുള്ളപ്പോ ചിലപ്പോ എനിക്ക് എന്തായിട്ട് തോന്നിയിട്ടുണ്ടാവും? ഒരെണ്ണമായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒബ്ജക്ട്സിനെ എന്താക്കാൻ പറ്റും? സെപ്പറേറ്റ് ഇമേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റിസോൾവിംഗ് പവർ എന്ന് പറയാ. ഇനി റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്. അപ്പൊ നമ്മൾ കണ്ട ഇപ്പൊ രണ്ട് ഡോട്ട് അല്ലെങ്കിൽ രണ്ട് സ്റ്റാർ ആണ് ഞാൻ നോക്കുന്നതെന്ന് വിചാരിക്കാം. എനിക്ക് നോക്കിയപ്പോഴത്തേക്കും അത് ഒറ്റയായിട്ട് തോന്നി. പക്ഷെ നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് രണ്ടും എന്താണെന്ന് മനസ്സിലായി? സെപ്പറേറ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ആ ഒരു എബിലിറ്റി, ആ ഒരു പവറിനെ നമ്മൾ പറയുന്ന പേരാണ് റിസോൾവിംഗ് പവർ. ഇനി റിസോൾവിംഗ് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്നാ പറയാ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ വേർഡ്സ് നോക്കിയാൽ മതി, അല്ലാതെ വാട്ട് ഈസ് റിസോൾവിംഗ് പവർ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. പക്ഷെ വേർഡ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, എന്താണ് റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ടു ഒബ്ജക്ട്സ്. ഇപ്പൊ രണ്ട് സ്റ്റാർ ഞാൻ നോക്കുവാന്ന് വിചാരിക്കുക. ആ രണ്ട് സ്റ്റാറും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയാം. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ റിസോൾവിംഗ് പവർ എന്തായിരിക്കും? അപ്പൊ കുറവായിരിക്കും. ഇനി ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറവാണെങ്കിൽ റിസോൾവിംഗ് പവർ കൂടുതലായിരിക്കും. അത് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ എഴുതി വെച്ചോ, റിസോൾവിംഗ് പവർ. റിസോൾവിംഗ് പവർ, the ability of an optical instrument. Resolving power, it is the ability of an optical instrument to produce, ability of an optical instrument to produce distinctly separate image of two close objects. Distinctly separate image of two close object. Resolving power is inversely proportional to resolving power is inversely proportional to limit of resolution. Limit of resolution. Resolving power is inversely proportional to limit of resolution. In limit of resolution എന്താന്ന് എഴുതി വെച്ചോ? It is the minimum distance. It is the minimum distance between
two objects. It is the minimum distance between two objects which can be seen as separate. It is the minimum distance between two objects which can be seen as separate. That is limit of resolution. കഴിഞ്ഞ അടുത്ത ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതി വെച്ചോ. പേര് എഴുതി വെച്ചാൽ മതി ജസ്റ്റ്. ഇപ്പൊ ഞാൻ എടുക്കണില്ല. അടുത്ത് എഴുതി വെച്ചോ. പേര് എഴുതി വെച്ചോ. അടുത്ത ചാപ്റ്ററിന്റെ എഴുതി വെച്ചാ. വേവ് ഒപ്റ്റിക്സ്. വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വേവ്. വാവ്. ഓക്കെ. ഒപ്റ്റിക്സ് അതായത് വേറൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്റർഫെറൻസ്, അതായത് ഇന്റർഫെറൻസ്, ഡൈഫ്രാക്ഷൻ, ഈ കാര്യങ്ങളൊന്നും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല? റേ ഒപ്റ്റിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ എന്തായിട്ട് പഠിക്കുക? എന്തിൽ പഠിക്കുക? വേവ് ഒപ്റ്റിക്സിൽ പഠിക്കുക. അതിലിപ്പോ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വരും, സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വരും, വേവ് ഫ്രണ്ട് എന്താണെന്ന് വരും. വേവ് ഫ്രണ്ട് ഈ വേർഡൊക്കെ കേട്ട് പരിചയം ഉണ്ടാവും എന്താണെന്ന്, അല്ലെ? വേവ് ഫ്രണ്ട് എന്താണെന്ന് കേട്ട് പരിചയം ഉണ്ടാ? എന്താ? വേവ്സ്. വേവ് ഡെഫിനിഷൻ പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നില്ല. ദ ലോക്കസ് ഓഫ്, ഇങ്ങനെ കേട്ടിട്ടുണ്ടാന്ന് പറഞ്ഞാൽ മതി. ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ് ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. എക്സാം കഴിഞ്ഞു വന്നോണ്ട് ഞാൻ ചോദിച്ചത്, അല്ലെങ്കിൽ ചോദിക്കത്തില്ല. ഓക്കെ. ചാപ്റ്ററിന്റെ പേര് എഴുതി വെച്ചാ. വേവ് ഫ്രണ്ട് എന്താന്ന് പറഞ്ഞോട്ടെ. നോട്ട് എഴുതട്ടെ. ഓക്കെ, എന്നാ ഇറങ്ങിക്കോ. സാർ അത് നോട്ട് ചെയ്യൂ.